Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perimba, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. മാടായിപ്പാറയിലെ ജൈവ വൈവിധ്യം നശിപ്പിക്കുന്നവർക്കുള്ള താക്കീതായി വടുകുന്ത തടാകക്കരയിൽ പരിസ്ഥിതി പ്രവർത്തകരുടെ കൂട്ടായ്മ. എഴുത്തുകാരൻ വീരാൻകുട്ടി പരിസ്ഥിതി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാടായിപ്പാറ സംരക്ഷണ സമിതി, ജില്ലാ പരിസ്ഥിതി സമിതി തുടങ്ങിയ ജില്ലയിലെ പരിസ്ഥിതി സംഘടനകളുടെ കൂട്ടായ്മയിലാണ് മാടായിപ്പാറ വടുകുന്ത തടാകത്തിന് സമീപം മാടായിപ്പാറ സംരക്ഷണ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചത്. അടുത്ത കാലത്തായി മാടായിപ്പാറയിൽ കയ്യേറ്റങ്ങൾ വർദ്ധിച്ചു വരികയാണ്. മാടായിപ്പാറയിൽ പുതുതായി ആരംഭിച്ച പാർക്കിനെതിരെ പരിസ്ഥിതി സംഘടനകളുടെ പ്രതിഷേധം ഇരമ്പി. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി വടുകുന്ത തടാകക്കരയിൽ സമാപിച്ചു. ജൈവ വൈവിധ്യം തകർക്കുന്ന പാർക്ക് അടച്ചുപൂട്ടണമെന്ന് പരിസ്ഥിതി സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. ഡയറക്ടർ ടി.പി. പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പി. കൃഷ്ണൻ പ്രമേയം അവതരിപ്പിച്ചു. കെ.പി. ചന്ദ്രാംഗതൻ പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രശസ്ത സിനിമാ സംവിധായകൻ പ്രിയനന്ദനൻ, ഡോക്ടർ ഖലീൽ ചൊവ്വ, ഡോക്ടർ ജാഫർ പാലോട്ട്, കവി മാധവൻ പുറച്ചേരി, ഡോക്ടർ ഡി. സുരേന്ദ്രനാഥ്, എഴുത്തുകാരൻ വി.എസ്. അനിൽകുമാർ, ജിതേഷ് കണ്ണപുരം, അഡ്വക്കേറ്റ് കസ്തൂരിദേവൻ, എൻ. നാരായണ പിടാരർ, അഡ്വക്കേറ്റ് ടി.വി. ഹരീന്ദ്രൻ, കെ.വി.എൻ. ബൈജു, കെ.ഇ. കരുണാകരൻ, മുൻ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് സി.എം. വേണുഗോപാലൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പരിസ്ഥിതി പ്രവർത്തകർ, വിവിധ കോളേജുകളിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പരിസ്ഥിതി സമ്മേളനത്തിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സ്കൂളുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓണാവധി തുടങ്ങി. 10 ദിവസം നീളുന്ന അവധിക്ക് മുന്നോടിയായി വിവിധ പരിപാടികളോടെയാണ് സ്കൂളുകളിൽ ഓണാഘോഷം നടന്നത്. ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈ വർഷം ഓണാഘോഷത്തിൽ പങ്കെടുക്കാമെന്ന വിദ്യാഭ്യാസ അധികൃതരുടെ പ്രഖ്യാപനം കൂടിയായതോടെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഫുൾ ഹാപ്പിയിലായിരുന്നു. ഇതോടെ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ പാവാടയും ബ്ലൗസും ധാവണിയും മറ്റു കേരളീയ വേഷങ്ങൾക്കനുസൃതമായ വസ്ത്രങ്ങളാണ് അവർക്കായി തിരഞ്ഞെടുത്തത്. ആൺകുട്ടികൾ ന്യൂജൻ സ്റ്റൈൽ വൈഡ് ലെഗ് ജീൻസും ലോ ഡിസ്ട്രസ്, ലൂസ് ബാഗി തുടങ്ങിയ പാന്റുകളും കുർത്തകളും ടീഷർട്ടുകളും ധരിച്ചാണ് സ്കൂളുകളിലെ ഓണാഘോഷ പരിപാടികൾക്കെത്തിയത്. എല്ലാ വിദ്യാലയങ്ങളിലും കുട്ടികൾക്ക് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചുവെങ്കിലും അല്പം ചില സ്കൂളുകളിൽ രക്ഷിതാക്കൾക്കും വ്യത്യസ്തങ്ങളായ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മാവേലി എഴുന്നള്ളത്തും അത്തപ്പൂക്കളം ഇടലും ഉണ്ടായി. 10 അതിൽ കൂടുതൽ ഇനം കറികളും പായസവും കൂട്ടിയുള്ള ഓണസദ്യയും കഴിഞ്ഞാണ് സ്കൂളുകൾ ഓണാവധിയിലേക്ക് പ്രവേശിച്ചത്. ഓഗസ്റ്റ് 31-നാണ് വീണ്ടും സ്കൂളുകൾ തുറക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. രാമന്തളി ഈ വർഷത്തെ ഓണാഘോഷങ്ങളുടെ ഭാഗമായി രാമന്തളി ചിദംബരനാഥ് UP സ്കൂളിലെ പുതുതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മാനേജ്മെന്റ് വക സൈക്കിളുകൾ സമ്മാനിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP വിദ്യാർത്ഥികൾക്ക് സൈക്കിളുകൾ കൈമാറി. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് സൈക്കിളുകൾ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ വിദ്യാർത്ഥികൾക്ക് കൈമാറി. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OK ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് KK ശ്രീധരൻ, സ്കൂൾ പ്രഥമാധ്യാപകൻ K ജയരാജൻ മാസ്റ്റർ, രാമന്തളി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ E രാജൻ, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ദിനേശൻ, വാർഡ് മെമ്പർ K ചന്ദ്രൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അബ്ദുൽ ബഷീർ MA, അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, KV ബാബു, നിമിത MK, മധു മാട്ടൂൽ, കക്കളത്ത് അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികൾ, PTA കമ്മിറ്റി അംഗങ്ങൾ, പൂർവ്വ അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് വിവിധങ്ങളായ ഓണപരിപാടികൾ അരങ്ങേറി. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാത്തിൽ ബസാറിൽ രൂപപ്പെട്ട കുഴി യാത്രക്കാർക്ക് അപകടക്കെണിയൊരുക്കുന്നു. പ്രധാന റോഡിലും ടൗണിലുമാണ് കുഴി രൂപപ്പെട്ടിരിക്കുന്നതെന്നത് അപകടത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. പയ്യന്നൂർ ചെറുപുഴ റോഡിൽ മാത്തിൽ ബസാറിൽ രൂപപ്പെട്ട കുഴി യാത്രക്കാർക്ക് അപകടക്കെണിയൊരുക്കുന്നു. പ്രധാന റോഡിലും ടൗണിലുമാണ് കുഴി രൂപപ്പെട്ടിരിക്കുന്നത്.
അപകടത്തിന്റെ സാധ്യത ഇത് വർദ്ധിപ്പിക്കുകയാണ്. മറ്റൊരു പ്രധാന റോഡായ തൃക്കരിപ്പൂർ മാത്തിൽ റോഡ് സംഗമിക്കുന്ന സ്ഥലം കൂടിയാണിത്. കുഴി രൂപപ്പെട്ട സ്ഥലത്ത് കുറച്ച് ബോർഡുകൾ എടുത്തുവെച്ച് തങ്ങളുടെ പണി കഴിഞ്ഞു എന്ന് PWD അധികൃതർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മാസങ്ങളായി ഈ കുഴി രൂപപ്പെട്ടിട്ട്. ഇത്രയും അലസരായ ഉദ്യോഗസ്ഥർ വേറെ എവിടെയും കാണില്ലെന്നാണ് നാട്ടുകാർ അടക്കം പറയുന്നത്. മാന്യ സുഹൃത്തുക്കളെ, മാത്തിൽ ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ചെറുപുഴ ഹൈവേയിൽ, മലയോര ഹൈവേയിൽ ഒരു രൂപം കൊണ്ട ഒരു കുഴി കാലെത്രയായി. ഇപ്പം അധികൃതർ ഒരു കണ്ണു തുറന്ന് ഇതിനൊരു പരിഹാരം കാണുന്നതിന് വിനീതമായി അഭ്യർത്ഥിക്കുക. ജനങ്ങളോടുള്ള വെല്ലുവിളിയായി ഇതിനെ കാണുന്നവരുമുണ്ട്. ഇവിടെ മാത്രമല്ല, പല ഭാഗങ്ങളിലും റോഡ് അപകട ഭീഷണിയിലാണ്. അധികൃതർ അലസത കൈവെടിയണമെന്നാണ് നാട്ടുകാർ അഭ്യർത്ഥിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പ്രവാസികൾക്കും കുടുംബങ്ങൾക്കും കൈത്താങ്ങാവുന്നതിൽ മാതൃകാ പ്രവർത്തനം നടത്തിവരുന്ന മലേഷ്യ KMCC നേതൃത്വത്തിൽ മരണപ്പെട്ട പ്രവാസി വെൽഫെയർ സ്കീം അംഗങ്ങൾക്കുള്ള ഫണ്ട് കൈമാറ്റം നടത്തി. ബാഫഗി തങ്ങൾ സ്മാരക സൗധത്തിൽ നടന്ന ചടങ്ങിൽ മലേഷ്യ KMCC പ്രസിഡന്റ് KP നാസർ ഹാജി ഫണ്ട് കൈമാറി. മലേഷ്യ KMCC പ്രവാസി വെൽഫെയർ സ്കീമിലെ അംഗമായിരുന്ന TM നൌഷാദിന്റെ കുടുംബത്തിനുള്ള 5 ലക്ഷം രൂപയുടെ ഫണ്ടാണ് നൽകിയത്. ബാഫക്കി തങ്ങൾ സ്മാരക സൗധത്തിൽ നടന്ന ചടങ്ങിൽ മലേഷ്യ KMCC പ്രസിഡന്റ് KP നാസർ ഹാജി, തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതാക്കളായ S കുഞ്ഞഹമ്മദ്, VV അബ്ദുള്ള ഹാജി, TP അഹമ്മദ് ഹാജി എന്നിവർക്ക് ഫണ്ട് കൈമാറി. മലേഷ്യ KMCC വൈസ് പ്രസിഡന്റ് ETM തലപ്പാറ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി MA റഹീം മാസ്റ്റർ, വൈസ് പ്രസിഡന്റുമാരായ KC അസീസ്, സലാം മലാക്ക, അഞ്ചില്ലത്ത് അബ്ദുൽ ഖാദർ, വിവിധ സംസ്ഥാന KMCC ഭാരവാഹികളായ AG ഹനീഫ, MTP ബഷീർ, AG ഷാഫി, സാദിഖ് ലിംബ്ര, മൻസൂർ പാലത്തറ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഓണാഘോഷം കെങ്കേമമാക്കാൻ കുടുംബശ്രീ നേതൃത്വത്തിൽ വിവിധ ഉൽപ്പന്നങ്ങളുടെ വിപണനമേള തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൽ തുടങ്ങി. സന്ദീപ് വാര്യർ MLA ആദ്യ വിൽപ്പന നടത്തി ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളായ മുളക്, മല്ലിപ്പൊടി, തൈര്, നെയ്യ്, തരക്കിയരി, വിവിധ തരം അച്ചാറുകൾ, ചുരിദാർ, മാക്സി, കോട്ടൺ മുണ്ട് തുടങ്ങിയ തുണിത്തരങ്ങൾ ഉൾപ്പെടെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിപണന മേളയിലുണ്ട്. 2 നിറങ്ങളിൽ ചെണ്ടുമല്ലിപ്പൂക്കളും വിൽപ്പനയ്ക്കുണ്ട്. ഇതിനൊപ്പം കുടുംബശ്രീ ഉൽപ്പന്നങ്ങളായ 5 ഇനങ്ങൾ ഉൾപ്പെടുത്തിയ കിറ്റും മേളയിലുണ്ട്. ശർക്കര വരട്ടി, ഉപ്പേരി, പപ്പടം, സേമിയ, പുളിയിഞ്ചി എന്നിവ ഉൾപ്പെടുന്നതാണ് കിറ്റ്. 3 ദിവസം നീളുന്ന ഓണം വിപണനമേള ബസ് സ്റ്റാൻഡ് പരിസരത്ത് സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബു, സ്ഥിരം സമിതി അധ്യക്ഷരായ TS നജീബ്, MK പ്രസന്ന, പഞ്ചായത്ത് അംഗം ഫായിസ് ബീരിച്ചേരി, CDS അധ്യക്ഷ KP സുഹറ, ഉപാധ്യക്ഷ KU പ്രേമലത, മെമ്പർ സെക്രട്ടറി I ബിനു, ഉപജീവന ഉപസമിതി കൺവീനർ K ശുഭകല എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ കേബിൾ ഇന്റർനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും നെറ്റ്വർക്ക് ചാനലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങളും കരോക്കെ ഗാനമേളയും അരങ്ങേറി. പയ്യന്നൂർ കേബിൾ ഇന്റർനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും നെറ്റ്വർക്ക് ചാനലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങളും കരോക്കെ ഗാനമേളയും അരങ്ങേറി. രാവിലെ ചാനൽ ജീവനക്കാർ ഒരുക്കിയ മനോഹരമായ പൂക്കളത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് പരമ്പരാഗത വേഷഭൂഷാദികളോടെ മാവേലി തമ്പുരാനെ എഴുന്നള്ളിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങളും ആവേശകരമായ കരോക്കെ ഗാനമേളയും അരങ്ങേറി. ഉച്ചയ്ക്ക് ശേഷം ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമായ വിഭവസമൃദ്ധമായ ഓണസദ്യ നടന്നു. ചടങ്ങിൽ കേബിൾ ഓപ്പറേറ്റർമാരും ജീവനക്കാരും കുടുംബാംഗങ്ങളും സജീവമായി പങ്കെടുത്തു. കൂട്ടായ്മയുടെയും സന്തോഷത്തിന്റെയും നല്ലൊരു അനുഭവം സമ്മാനിച്ചാണ് ആഘോഷ പരിപാടികൾ അവസാനിച്ചത്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. NREG വർക്കേഴ്സ് യൂണിയൻ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം V ശശിധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനവും മാർച്ചും സംഘടിപ്പിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം V ശശിധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PV ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പീയൂഷ, C രവീന്ദ്രൻ, ഗോവിന്ദൻകുട്ടി, അനിത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പുരോഗമന കലാ സാഹിത്യ സംഘം പള്ളിക്കോവൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ S ജാനകി അനുസ്മരണം സംഘടിപ്പിച്ചു. ഗായകൻ രതീഷ് പല്ലവി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
പുരോഗമന കലാസാഹിത്യ സംഘം പള്ളിക്കൊവൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എസ് ജാനകി അനുസ്മരണം സംഘടിപ്പിച്ചു. കരിവെള്ളൂർ AV സ്മാരക ഹാളിൽ നടന്ന സൂര്യകാന്തി എന്ന പരിപാടി ഗായകൻ രതീഷ് പല്ലവി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ TV നിശാന്ത് മാസ്റ്റർ അധ്യക്ഷനായി. PV ചന്ദ്രൻ മാസ്റ്റർ, K നാരായണൻ, VK ഓമന ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലാതല കരോക്കെ ഗാനാലാപന മത്സരവും അരങ്ങേറി. ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 21 പേർ മത്സരിച്ചു. K കണ്ണൻ, MMN കരിവെള്ളൂർ, MV രവീന്ദ്രൻ എന്നിവരുടെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ ക്യാഷ് അവാർഡുകൾക്ക് കീർത്തന പത്മനാഭൻ, മേഘ തമ്പാൻ, ശിവദർശന വിജയൻ എന്നിവർ അർഹരായി. പുരോഗമന കലാസാഹിത്യ സംഘം കണ്ണൂർ ജില്ലാ കൗൺസിൽ അംഗം M ശശിമോഹനൻ സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കാങ്കോൽ ആലപ്പടമ്പ കൃഷിഭവന്റെ നേതൃത്വത്തിൽ മാത്തലിൽ ഓണച്ചന്ത ആരംഭിച്ചു. ചന്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ കൃഷിഭവന്റെ നേതൃത്വത്തിൽ മാത്തലിൽ ഓണച്ചന്ത ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. ഓഗസ്റ്റ് 22 മുതൽ 25 വരെയാണ് ചന്ത. കർഷകരിൽ നിന്നും സംഭരിച്ച പച്ചക്കറികളാണ് വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത്. പച്ചക്കറികൾ 30% വിലക്കുറവിൽ ലഭിക്കും. ചടങ്ങിൽ കൃഷി ഓഫീസർ അനുജ, കൃഷി അസിസ്റ്റന്റ് P സന്ദീപ്, MV സുനിൽകുമാർ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കുണിയൻ PBK LP സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം ചെയ്തു. കുണിയം PBK LP സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ P പവിത്രൻ അധ്യക്ഷനായി. പ്രഥമാധ്യാപകൻ സജിൽ, ഉണ്ണിക്കണ്ണൻ മാസ്റ്റർ, കല്ലത്ത് രവീന്ദ്രൻ മാസ്റ്റർ, മഞ്ജു TV തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. നന്ദി.